അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്നത് ഇപ്പോൾ ഈ ശംഖുപുഷ്പമാണ് കേട്ടോ. ശംഖുപുഷ്പം നമ്മൾ നീലയും വെള്ളയാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ശംഖുപുഷ്പത്തിന്മേ വള്ളിമേ ഒരു നീലല്ല വെള്ള ശംഖുപുഷ്പമാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, 2 പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇത് അതിൻ്റെ നീലയുണ്ട്, വെള്ളയുണ്ട്. വെള്ള കളറ് വലിയ നീലൻ്റെ അത്ര ഒരു ഭംഗിയില്ല കേട്ടോ. എന്നാലും കാണാൻ ഇത് ഒന്നായിട്ടും കൊണ്ട് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാവും കേട്ടോ. ഇവിടെ ഒക്കെ പൂക്കൾ മൊട്ടുകളുണ്ട്, നിറയെ മൊട്ടുകളുണ്ട് ഇതിന്. ഇതിപ്പോൾ ഇനി ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ നല്ല ഇവിടെ വിരിഞ്ഞ് നല്ലൊരു വെള്ള കളറാവും കേട്ടോ. അപ്പോൾ ശംഖുപുഷ്പം ഇതിൻ്റെ നീല നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടുണ്ട് ഉടനെ തന്നെ ഇവിടെ നമ്മൾ അതിൻ്റെ തൈ നമ്മളിവിടെ ഉണ്ടാക്കും കേട്ടോ. ഇത് പെട്ടെന്ന് ഈ പൂവാവും കേട്ടോ. ഇതിപ്പോൾ ഏറിയ ഒരു മാസമായിട്ടില്ല, ഒരു മാസം ഒരു 5 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും, അത്ര ആയിട്ടുള്ളൂ. പെട്ടെന്ന് പൂ തരുന്നൊരു ഈ വള്ളിച്ചെടിയാണ് ഈ ശംഖുപുഷ്പം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ നീല കൊണ്ട് ഈ ബ്ലൂ കോഫിയൊക്കെ ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കുന്നത്, ടീ അല്ല കേട്ടോ. ഇതിൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ ചായൻ്റെ മാതിരി കാച്ചി കുടിക്കണ ഒരു സംഗതി കട. അതിൻ്റെ നീലയാണ് അതിനെടുക്കണത് കേട്ടോ. ഈ വെള്ള എന്തിനാ പറ്റുമെന്ന് അറിയില്ല. വെള്ളമായിട്ട് അങ്ങനെ ചായ കാച്ചി കുടിച്ചാൽ വല്ല ഔഷധ ഗുണമുണ്ടോ എന്നും അറിയില്ല. ഏതായാലും ഇത് വ്യാപകമായിട്ട് ഇപ്പോൾ ഈ ശംഖുപുഷ്പം നീല നമ്മൾ ഒരു നീല ചായ ഒക്കെ കാച്ചാനും എടുക്കുന്നുണ്ട്. നമ്മൾ ഈ കല്യാണ വീട്ടിൽ നമ്മൾ ഈ വെൽക്കം ഡ്രിങ്കൊക്കെ കൊടുക്കുന്നിടത്തുണ്ടാവുമല്ലോ, കാവിയും ചായയും കോഫിയൊക്കെ, അതുപോലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇതാണെന്ന് പറയുന്നു. അതിന് വേറെ എന്തെങ്കിലും കളർ ചേർക്കാൻ അറിയില്ല. ഏതായാലും ശംഖുപുഷ്പം നീല ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് ചായ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുക്കുംബർ വിളവെടുക്കാനായിട്ടോ. നമ്മൾ ഇതിൻ്റെ മുൻപ് ഇതിമെന്ന് കുക്കുംബർ എടുത്തിരുന്നു. നല്ല വലിയ കുക്കുംബറാണ് കേട്ടോ. ഒരു 100-150 ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വഴുതനങ്ങയും ചീരയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ചീരയൊക്കെ നല്ല ഉഷാറായിട്ട് നമ്മളിപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഇതിൽ ചീര എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. നമ്മൾ ആദ്യം ഇത് പറിച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തത്, ആദ്യം എടുത്തിരുന്നത് കേട്ടോ. കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ ചീര ഉണ്ടാക്കിയപ്പോൾ ഇപ്രാവശ്യം അത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് വീണ്ടും ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, കട്ട് ചെയ്തിട്ട് വീണ്ടും അതിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അതിപ്പോൾ 2-3 പ്രാവശ്യം കട്ട് ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ പറിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം കണ്ട് തീരുമായിരുന്നു. ഇപ്പോൾ അത് പ്രാവശ്യം നമ്മൾ പറിക്കണില്ല, നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിളവ് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കുക്കുംബർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുക്കുംബർ ഇത് നല്ല കായ്ക്കണം. എനിക്ക് ആദ്യം ഇതിനെപ്പറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഈ കുക്കുംബർ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കായുണ്ട്, ഇത് കണ്ടില്ലേ. ഈ അതിനത്ര ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്തൊരു വിളയായിരുന്നു കുക്കുംബർ. പക്ഷേ വിപണിയിൽ ഇത് നല്ല വിലയുണ്ട്. അപ്പോൾ നമ്മളത് വാങ്ങുമ്പോൾ ആദ്യമൊക്കെ 70-80 വില ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു 30-35-40 വിലയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാലെന്ന് കരുതിയപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ. ഇത് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല റിസൾട്ട് പറഞ്ഞാൽ അത് നല്ല ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ കുക്കുംബർ ഉണ്ടാക്കി വെക്കാം. പെട്ടെന്ന് ഒരു മാസം കൊണ്ട് നമുക്ക് കായ് പറിക്കാം കേട്ടോ. അതേമാതിരി ഇവിടെ മുളക് ഉണ്ടായിട്ടുണ്ട്. മുളകിൻ്റെ അടിയിൽ ഇവിടെ പച്ച ചീര ഉണ്ട്. അവിടെ തന്നെയാണ് നമ്മൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ വള്ളി ഇതിമേ പടർത്തിയിട്ടുള്ളത് കേട്ടോ. അത് നമ്മൾ ഈ കൃഷി ഉണ്ടാക്കുന്നിടത്ത് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷിക്ക് സ്ഥലം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ചെടി അതിൻ്റെ ആ ഒരു ഇതിങ്ങനെ വ്യാപിക്കുമ്പോൾ നമ്മളെ കൃഷി ഇങ്ങനെ കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ വേറെ
ഇതിന് കാണേണ്ടത്. ഇത് കണ്ടില്ലേ, ഈ തെച്ചിൻ്റെ ഉള്ളിൽ ഇത് കുടുങ്ങിയിട്ട് അവിടെ കുക്കുംബർ പിന്നെ ഉണ്ടാവുന്നത് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിമ്മക്ക് തന്നെ പടർത്തി വിടണം. അത് പടക്കുന്നിടത്ത് തന്നെ അത് പടർന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു വിഷയം ഉണ്ടാവില്ല. ഇത് കണ്ടില്ല, ഇതിപ്പോൾ ഇതിമ്മക്കൊക്കെ പടർന്ന് അതിൻ്റെ ഇല തന്നെ നാശാവുന്നൊരു കോലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഉഷാറാവുന്നുണ്ട്. ഇവിടെ മുളകൊക്കെ ചാടി കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടോ നനച്ചപ്പോൾ എന്തെങ്കിലും തട്ടിയതാവും. പിന്നെ അതുപോലെ തന്നെ ഒരു കാശ്മീരി മുളകാണ് കേട്ടോ. പിന്നെ നല്ല റെഡ് കളറാവും. പിന്നെ അതുപോലെ തന്നെ എരിവ് കുറവുമാണത്. കുറഞ്ഞ എരിവുള്ള ഒരു മുളകാണ്. അതായത് നമ്മൾ വിത്തിന് നിർത്തിയതാണ് കേട്ടോ. നമ്മുടെ അടുത്ത് കുറേ തൈകൾ ഉണ്ടായിരുന്നു, അത് ഒക്കെ നശിച്ചു പോയി. ഇപ്പോൾ പുതിയതായിട്ട് ആ ഒരു മുളക് ഉണ്ടായപ്പോൾ നമ്മൾ പറിക്കാതെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ചിരങ്ങ അതിൻ്റെ മുൻപും കാണിച്ചാണ് കേട്ടോ. അത് ചിരങ്ങ പറിക്കാനായിട്ടുണ്ട്. നാളെ ഒക്കെ ഉണ്ടാകും മൂപ്പ് പാകമാവും. മൂപ്പ് കയറി നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ചിരങ്ങ ഇവിടെയുണ്ട്, ഇവിടെയൊക്കെ ചിരങ്ങകളുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ചിരങ്ങ നല്ല ഫലം തരുന്ന ഒരു ചിരങ്ങയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ കുമ്പളങ്ങ ഉണ്ട്. കുമ്പളങ്ങ പിന്നെ അങ്ങനെ കായ പിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവിടെ ശീമച്ചിരങ്ങ ഉണ്ട്, അതും കായ പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ചെറിയ ഇത് ഉണ്ടാവണുണ്ട്. ശീമച്ചിരങ്ങൊക്കെ എങ്ങനെയാണ് അതിൻ്റെ പിന്നെ കായ ഉണ്ടാവണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പുതിയൊരു വള പരീക്ഷിച്ചാണ് ഈ കുക്കുംബറിനെ കൊണ്ട് പറഞ്ഞായിരുന്നത്. പിന്നെ ഇവിടെ അമരപ്പയറാണ് ഉള്ളത് കേട്ടോ. അമരപ്പയർ ഇവിടെയും പിന്നെ ഇതുണ്ട്. പിന്നെ കുമ്പളങ്ങ ഉണ്ട്. കുമ്പളങ്ങ ഒന്നും കായ ആയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ചിരങ്ങമ്മ നല്ല പിന്നെ ചെറിയൊരു നല്ല ഇഷ്ടമാതിരി ഉണ്ടാകുന്നുണ്ട് ചിരങ്ങ കേട്ടോ. അപ്പോൾ ഞാൻ പുതിയതായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയതായിട്ട് കാണുന്നവർ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഈ ജീവിതത്തിൽ എന്തെങ്കിലും പച്ചക്കറികൾ ഉണ്ടായിട്ട് അതിന് ഒരു നല്ല റിസൾട്ട്, അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചക്കറി, അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയതിൽ ഏറ്റവും വിളവ് തന്നൊരു പച്ചക്കറി ഏതാണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഏത് പച്ചക്കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ പച്ചക്കറി ഏതാണ് ഉണ്ടാക്കിയത്, അതിൽ ഏതാണ് നിങ്ങൾക്ക് പിന്നെ നല്ല വിളവ് തന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പച്ചക്കറി ഏതാണെന്ന് പറയാം കേട്ടോ. എനിക്കിവിടെ പയർ നല്ല വിളവ് തരുന്നുണ്ട് കേട്ടോ. പയർ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് പിന്നെ നല്ല വലിപ്പമുള്ള പയറുകളാണ് കേട്ടോ. ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ ഈ നാര് പോലെ തൂങ്ങിയിരിക്കുന്നതൊക്കെ പയറുകളാണ്. നമ്മളിങ്ങനെ പിന്നെ ആവശ്യത്തിനിങ്ങനെ പിന്നെ പറിച്ചിങ്ങനെ വെക്കുകയാണ്. അല്ലാതെ നമ്മൾ പിന്നെ ഇതിങ്ങനെ മൂപ്പ് പിന്നെ കൂടുന്ന കരുതി നമ്മൾ പറിച്ചിട്ടത് ഫ്രിഡ്ജിൽ എങ്ങനെയും വെക്കുകയാണ് കേട്ടോ ചെയ്യൽ. നല്ല വലിപ്പമുള്ള പിന്നെ പയറാണിത്. നല്ല കായം തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പയർ കിട്ടുന്നുണ്ട്. ഇത് ഇവിടെയൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു പയർ ഇതിൻ്റെ ഒരു വലിപ്പം ഇങ്ങനെ പിന്നെ ഒരുപാട് വലിപ്പമുള്ളൊരു പയറാണ് ഇത് കേട്ടോ. ഇപ്പം ഞാൻ പച്ചക്കറി ഉണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ വിളവ് തന്നെ എനിക്ക് പയർ തന്നെ പറയേണ്ടി വരും കേട്ടോ. പിന്നെ ചിരങ്ങിയും പിന്നെ അതുപോലെ വഴുതനങ്ങയൊക്കെ ചീരയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഈ നമ്മളെ പിന്നെ പച്ചക്കറി തോട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിളവ് ഉള്ളത് പയറുമ്മലാണ്. പയർ പിന്നെ ഇത് ഒരു വയലറ്റ് കളറാണ് കേട്ടോ. നല്ല കായ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് പിന്നെ ഈ വള്ളി നിൽക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. മറ്റ് പയറുകൾ ഒന്നാണ്ട് കായ്ച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നെ ഇതാണ്ട് വാടി പോകലാണ്. പിന്നെ ഇങ്ങനെ അതിൻ്റെ ഇല പോയപ്പ് വന്നിട്ട് അങ്ങനെയാണ് പോകുക. പക്ഷേ ഇതിൻ്റെത് അങ്ങനെയല്ല. ഇതിന് വീണ്ടും ഇതുപോലെയുള്ള പുതിയ നാമ്പുകൾ ഇങ്ങനെ വന്ന ടൈമിലൊക്കെ പിന്നെ ഈ പിന്നെ പയറുകൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ടൈമിലൊക്കെ പയറുണ്ടാകുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ പയർ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പുതിയ പിന്നെ ഈ നാമ്പ് വരണ പയറുണ്ടാവണം. അത് നമ്മൾ പിന്നെ അങ്ങനെ അത്ര പ്രത്യേകിച്ചൊരു വളം ഇതിനൊന്നും ചെയ്യണില്ല കേട്ടോ. ഈ വഴുതനങ്ങ കൊടുക്കണ അതിനുള്ള നനയാതുള്ള വളമൊക്കെ പിന്നെ നമ്മൾ കൊടുക്കണുള്ളൂ. കൂടുതൽ പിന്നെ വളമൊന്നും കൊടുത്ത് അങ്ങനെ രാസവളമൊന്നും കൊടുക്കില്ല. നമ്മളിവിടെ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്ന പിന്നെ വളങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. നമ്മൾ തന്നെ ഇവിടെ പ്രാദേശിക നമ്മൾ വീട്ടിൽ പിന്നെയുള്ള വേസ്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് പിന്നെ ആണ് ഞാൻ കൊടുക്കുന്നത്.
ഞാൻ ഇതിൻ്റെ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വളം ഉണ്ടാക്കണം. അതൊന്ന് കണ്ടിട്ട് പിന്നെ ഒന്ന് നിങ്ങൾക്കൊന്ന് കണ്ട് ആണെങ്കിൽ ഒന്ന് പിന്നെ പരീക്ഷിച്ച് നോക്കട്ടോ. അത് നല്ല പിന്നെ എനിക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു പിന്നെ വളമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും പിന്നെ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് ഏത് പച്ചക്കറിക്കാളും നിങ്ങൾക്ക് കൂടുതൽ വിളവ് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് ലൈക്ക് പറ്റ കുറവാണ്. ലൈക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ പിന്നെ വീഡിയോ പലരിലേക്കും എത്തുള്ളൂ. നമ്മൾ പിന്നെ ലൈക്കോ കമൻറ്റൊക്കെ ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ചാണ് നമുക്ക് പിന്നെ ഈ പിന്നെ നമ്മളെ വീഡിയോ റീച്ച് ആവുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു പുഴുവിൻ്റെ പണിയാണ് കേട്ടോ. ഇത് പിന്നെ ഒരു പൂമ്പാറ്റ പിന്നെ ചെയ്യണ പണിയാണിത്. ഇതിൽ അവർ വന്ന് മുട്ടയിടുക. ഇത് കണ്ടില്ലേ, ഇതിലിപ്പോൾ നിറയെ പുഴുക്കളാണ് കേട്ടോ. നമുക്ക് പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ ഈ ഇലയോടെ പിഴുത് കളഞ്ഞെങ്കിലാണ് പിന്നെ ഈ പുഴുക്കളെ പിന്നെ എടുത്ത് കളയാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ല, നിറയെ പുഴുക്കളാണിത്. പിന്നെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു പിന്നെ ചെടി ഇതിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ പുഴുക്കളാണിത് ഉള്ളത്. ഇത് നമ്മൾ പിന്നെ ഇപ്പോൾ ഒന്ന് മരുന്നടിച്ച് കളഞ്ഞു വെച്ചിട്ട് അത്ര പെട്ടെന്നൊന്നും അവർ ചാവില്ല കേട്ടോ. നമ്മളടുത്തതിനുള്ള നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന മരുന്നുണ്ട്. അതൊന്നിപ്പോൾ അടിച്ച് നോക്കുക, എന്താവുമെന്ന് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഏത് സമയത്തും നമ്മളെ പച്ചക്കറിയിൽ നമുക്കൊരു കണ്ണ് വേണം കേട്ടോ. ഇത് കണ്ടില്ല, ഇപ്പോൾ ഇങ്ങനെ പുഴുക്കൾ പിന്നെ ഞാൻ മരുന്നടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് നമുക്ക് ചവിട്ടിയൊന്ന് കരുതിയാലും മതി. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യണില്ല. കാരണം നമ്മൾ ആ മരുന്നടിച്ച് അവിടെ ഇടുകയാണ്. ഇത് എല്ലാ പിന്നെ ഇതിന്മേലും ഒന്നിങ്ങനെ ഇപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഇലമേലും ഉണ്ടാവും ഇപ്പോൾ അത്. അപ്പോൾ ഒന്ന് പിന്നെ നമ്മൾ അന്ന് കൊണ്ട് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മുട്ട ഇടുന്നത് അങ്ങനെ നിന്നോളൂ. ഈ പൂമ്പാറ്റകളാണ് കേട്ടോ. പൂമ്പാറ്റ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും പക്ഷേ അത് പുഴുക്കൾ വന്നിട്ട് അത് പറ്റ ചെടിയാണ് നശിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷിയാകുമ്പോൾ നമ്മൾ ഏത് സമയത്തും ആ കൃഷീൻ്റെ ഓരോ ചെടീൻ്റെ അടുത്ത് നമ്മളെന്നും ഒന്ന് വന്ന് നോക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ. ഇന്നലെ ഇത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുട്ട ഒരു 1-2 ദിവസം കൊണ്ടാണിത് വളർന്ന് വലുതാണ് കേട്ടോ. ഇവിടെ കുക്കുംബർ, ഇതിന്മേൽ നല്ല കുക്കുംബർ ഉണ്ടാകുന്നു. പക്ഷേ ഒരു ഷേപ്പില്ല കേട്ടോ. പിന്നെ ഈ ഒരു ചെടിക്കൊരു പിന്നെ ചെറിയൊരു കേട് വന്നിരുന്നു. അപ്പോൾ നമ്മൾ മരുന്നടിച്ചത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കായകളിനൊക്കെ ഒരു ഷേപ്പില്ലാതെ വന്നിട്ടുള്ളത്. ഇവിടെ ഇതിന് ഈ ഒരു ചെടിമേലുണ്ട് കേട്ടോ, കായ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പിന്നെ കുഴപ്പമില്ലാത്ത കായകളാണ്. പക്ഷേ ഇതിന്മേൽ കാഫലം കുറവാണ്. എന്നാലും ഉണ്ടാകുന്നുണ്ട് ചെറിയ പിന്നെ ഇത് കണ്ടില്ല. ഇതിന്മേലും ഈ ഭാഗത്ത് ഇവിടെയൊക്കെ പിന്നെ പുതിയതായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നമുക്ക് കുക്കുംബർ നമ്മൾ ആവശ്യത്തിന് ഉള്ള കുക്കുംബർ ഇതിന് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇത് കഴിഞ്ഞതാണ്. തക്കാളി ഈ പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ഒരു സലാഡിലിടുന്ന തക്കാളിയാണ് കേട്ടോ. ഇത് നമ്മൾ സാധാ തക്കാളി. പിന്നെ ഇവിടെ വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട്. വെണ്ടക്ക പിന്നെ നമ്മൾ കായ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ കൊമ്പൊന്ന് മുറിച്ചെടുത്താണ് കേട്ടോ. മുറിച്ചെടുത്തപ്പോൾ വീണ്ടും അത് പിന്നെ വെണ്ടക്ക ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ കളയണില്ല. ഇത് വിയറ്റ്നാം വേറിലെ പ്ലാവാണ് കേട്ടോ. അതിന്മേൽ ചക്ക ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മുൻപ് ചക്ക ഉണ്ടായിരുന്നു, അത് പിടിക്കാത്ത ചക്കയായിരുന്നു. എങ്കിൽ ഇത് പിന്നെ ശരിക്കും ഉണ്ടാവുന്ന ചക്ക തന്നെയാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ചക്ക ആവണതും പിന്നെ അത് ചക്ക ആവാത്തതും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിന് നല്ലൊരു മുള്ളൊക്കെ ഉണ്ട്. മറ്റേന് ഇത് ചക്ക ആവാത്തതാണ് കേട്ടോ. നമുക്കപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചക്ക ഉണ്ടാവുന്നതും ഉണ്ടാവാത്തതും. ഇത് പിന്നെ ഇപ്പോൾ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഒരു മാസം ആവണുള്ളൂ കേട്ടോ. ഇപ്പോൾ നല്ല ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നിലത്ത് വെച്ചതും ചാക്കിൽ വെച്ചൊക്കെ ഒരേ മാതിരി തന്നെയാണ് വളരേണ്ടത് കേട്ടോ.
ഇതിന്മേൽ അങ്ങനെ ചക്ക ആവണില്ല, ചെറിയ ചക്ക ഒന്നും കാണുന്നില്ല. പിന്നെ ഇത് നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇത് പിന്നെ വലിയൊരു ഡ്രമ്മൊക്കെ ആക്കണം കേട്ടോ. വലിയ ഡ്രമ്മൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്ക ഇവിടെ തന്നെ കായ്ക്കണ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. റോസ് പിന്നെ ഇത് റോസ് കളറാണ്, ഇതിൻ്റെ റെഡ് കളറും ഉണ്ട്, പക്ഷേ റെഡ് കളർ പൂവിട്ടിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളത്, നിങ്ങളൊന്ന് പിന്നെ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.